എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 2003 മുതൽ കേരള PSC ചോദിച്ചിട്ടുള്ള മലയാള ചോദ്യങ്ങളിലെ 20 ചോദ്യങ്ങളാണ്. 20 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ആര്? ഉത്തരം ബെന്യാമിൻ. ബെന്യാമിൻ്റെ രചനയാണ് അർജന്റീനയുടെ ജേഴ്സി. ചോദ്യം 2, സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നോവൽ ഏതാണ്? നവഗ്രഹങ്ങളുടെ തടവറ. നവഗ്രഹങ്ങളുടെ തടവറ എന്ന നോവൽ എഴുതിയത് സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നാണ്. ചോദ്യം 3, കോക്കാഞ്ചിറ മറിയം എന്ന കരുത്തയായ കഥാപാത്രം ഉൾപ്പെടുന്ന കൃതി? ആലാഹയുടെ പെൺമക്കൾ. സാറ ജോസഫ് എഴുതിയ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ കഥാപാത്രമാണ് കോക്കാഞ്ചിറ മറിയം. ചോദ്യം 4, ഭാഷയിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏത്? ഉത്തരം ഭാസ്കരമേനോൻ. അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കരമേനോനാണ് ഭാഷയിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ. ചോദ്യം 5, കുമാരനാശാൻ രചിച്ച നാടകം? ഉത്തരം വിചിത്ര വിജയം. വിചിത്ര വിജയം എന്ന നാടകം രചിച്ചത് കുമാരനാശാനാണ്. ആറാമത്തെ ചോദ്യം, രാമായണത്തിൻ്റെ പുതിയ വ്യാഖ്യാനമായ ഇതിഹാസത്തിൻ്റെ ഇതളുകൾ രചിച്ചതാര്? ഉത്തരം ബി സന്ധ്യ. ബി സന്ധ്യയാണ് ഇതിഹാസത്തിൻ്റെ ഇതളുകൾ രചിച്ചത്. ചോദ്യം 7, ഭാഷാഷ്ടപതി എന്ന കൃതിയുടെ കർത്താവാര്? ഉത്തരം രാമപുരത്തു വാര്യർ. കുചേലവൃത്തം, വഞ്ചിപ്പാട്ടിൻ്റെയൊക്കെ കർത്താവായ രാമപുരത്തു വാര്യരുടെ മറ്റൊരു രചനയാണ് ഭാഷാഷ്ടപതി. ചോദ്യം 8, 51 അക്ഷരാളി എന്നു തുടങ്ങുന്ന ശ്ലോകം ഏതു കൃതിയിലേതാണ്? ഉത്തരം ഭാഷാനൈഷധം ചമ്പു. ഭാഷാനൈഷധം ചമ്പുവിലെ വരികളാണ് 51 അക്ഷരാളി. ഭാഷാനൈഷധം ചമ്പു ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, 51 അക്ഷരാളി. ചോദ്യം 9, ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയതാര്? ഉത്തരം NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയാണ് ഗാന്ധിയും ഗോഡ്സെയും. ചോദ്യം 10, കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ രചനയാണ്? EMS. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMSൻ്റെ രചനയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. 11ാമത്തെ ചോദ്യം, ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ ആരുടെ വരികൾ? ഉത്തരം ഇടശ്ശേരി. ഇടശ്ശേരിയുടെ വരികളാണ് ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ. ചോദ്യം 12, എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ രചനയാണ്? തസ്ലീമ നസ്രീൻ. തസ്ലീമ നസ്രീൻ്റെ രചനയാണ് എൻ്റെ പെൺകുട്ടിക്കാലം. ചോദ്യം 13, ദാഹിക്കുന്ന പാനപാത്രം ആരുടെ കൃതിയാണ്? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പാണ് ദാഹിക്കുന്ന പാനപാത്രം എഴുതിയത്. ചോദ്യം 14, പെരുവഴി അമ്പലം രചിച്ചതാര്? ഉത്തരം പത്മരാജൻ. പത്മരാജനാണ് പെരുവഴി അമ്പലം രചിച്ചത്. ചോദ്യം 15, പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? ഉത്തരം K കരുണാകരൻ. K കരുണാകരൻ്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. ചോദ്യം 16, നാം മുന്നോട്ട് എന്ന കൃതി ആരുടേതാണ്? KP കേശവമേനോൻ. KP കേശവമേനോൻ്റെ കൃതിയാണ് നാം മുന്നോട്ട്. പതറാതെ മുന്നോട്ട് എന്നതാണെങ്കിൽ K കരുണാകരൻ, നാം മുന്നോട്ട് എന്നതാണെങ്കിൽ KP കേശവമേനോൻ. 17ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം EMS. EMSൻ്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. നേരത്തെ നമ്മൾ EMSൻ്റെ മറ്റൊരു കൃതി നോക്കി, അതിൻ്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇത് 1.25 കോടി മലയാളികൾ. കേരളം മലയാളികളുടെ മാതൃഭൂമിയും 1.25 കോടി മലയാളികളും ഈ 2 കൃതികളും എഴുതിയത് EMS ആണ്. 18ാമത്തെ ചോദ്യം, പഴഞ്ചൊൽ മാല എന്ന കൃതിയുടെ കർത്താവ് ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് പഴഞ്ചൊൽ മാല എന്ന കൃതി രചിച്ചിരിക്കുന്നത്. 19ാമത്തെ ചോദ്യം, എൻ്റെ വഴിത്തിരിവ് ആരുടെ കൃതിയാണ്?
ഉത്തരം പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെ കൃതിയാണ് എൻ്റെ വഴിത്തിരിവ്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. നേരത്തെ നമ്മൾ പറഞ്ഞു പെരുവഴിയമ്പലം. പെരുവഴിയമ്പലം പത്മരാജനാണ്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയാണ്. ഇനി എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി, പെരുവഴിയമ്പലം പത്മരാജൻ, എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട്. 20ാമത്തെ ചോദ്യം, ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം? 1889. 1889. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലായ ഇന്ദുലേഖ, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം 1889. ഇന്ന് പറഞ്ഞ 20 ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കിയാലോ? അർജൻറ്റീനയുടെ ജേഴ്സി ബെന്യാമിൻ. നവഗ്രഹങ്ങളുടെ തടവറ എഴുതിയത് സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്ന്. കോക്കാഞ്ചിറ മറിയം ആലാഹയുടെ പെൺമക്കളിലെ കഥാപാത്രമാണ്. ഭാസ്കര മേനോൻ എന്നത് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ്. കുമാരനാശാൻ രചിച്ച നാടകമാണ് വിചിത്ര വിജയം. ബി സന്ധ്യയുടെ രചനയാണ് ഇതിഹാസത്തിൻ്റെ ഇതളുകൾ. രാമായണത്തിൻ്റെ പുതിയ വ്യാഖ്യാനമാണത്. ഭാഷ അഷ്ടപതി എന്ന കൃതി എഴുതിയിരിക്കുന്നത് രാമപുരത്ത് വാര്യരാണ്. ഭാഷാ നൈഷധം ചമ്പുവിൻ്റെ ആരംഭമാണ്. 51 അക്ഷരാളി. NV കൃഷ്ണവാര്യരാണ് ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത്. EMSൻ്റെ കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇത്തറവാടിത്ത ഘോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ ഇടശ്ശേരിയുടെ വരികളാണ്. എൻ്റെ പെൺകുട്ടിക്കാലം തസ്ലീമ നസ്രീനാണ് എഴുതിയത്. ദാഹിക്കുന്ന പാനപാത്രം ONV കുറുപ്പ്. പെരുവഴിയമ്പലം പത്മരാജൻ. പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ്റെ ആത്മകഥ. നാം മുന്നോട്ട് എന്ന കൃതി KP കേശവമേനോൻ്റെ രചന. 1.25 കോടി മലയാളികൾ EMS. 1.25 കോടി മലയാളികളും കേരളം മലയാളികളുടെ മാതൃഭൂമിയും EMS. പഴഞ്ചൊൽ മാല എഴുതിയത് ഗുണ്ടർട്ട്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. പെരുവഴിയമ്പലം പത്മരാജൻ. എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലാണ് ഇന്ദുലേഖ. 1889 ഇന്ദുലേഖ. 1889 ആ വർഷമാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും LDC പരീക്ഷ എത്തിപ്പിടിക്കാനാവട്ടെ. താങ്ക് യു.